മഹാഗുരു ശരണം. ഇന്ന് ഏപ്രിൽ 13 ഞായറാഴ്ച. എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ 6:30 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പലരും കറക്റ്റ് ടൈം പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ സൗണ്ട് കിട്ടുന്നില്ല. എന്തുകൊണ്ട് പറ്റി എന്നെനിക്കറിയില്ല. പക്ഷേ അത് കുറച്ച് കാര്യങ്ങൾ ഞാനത് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ശരിക്കും എന്താണ് ഒന്നും എഴുതി വെച്ചിട്ടൊന്നുമല്ല പറയുന്നത്. അത് വൈക്കത്ത് പോയപ്പോഴുള്ള അനുഭവങ്ങൾ, എനർജിയുടെ അനുഭവങ്ങളായിരുന്നു. അത് എന്തുകൊണ്ട് അത് മാത്രം അത് മൈക്ക് കിട്ടാണ്ട് പോയി എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ മൈക്ക് ഓണായിരുന്നു. ഞാൻ എടുക്കുമ്പോഴും മൈക്ക് ഓണായിരുന്നു. ഈ വെക്കുന്ന മൈക്കാണ്, അത് ഓണായിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അപ്പോൾ പലരും പറഞ്ഞു അത് ഒന്നുകൂടി എനിക്കത് എഡിറ്റ് ചെയ്ത് ഇടാനറിയില്ല. അപ്പം ഇന്നലെ പറഞ്ഞത് പറഞ്ഞു പോയി. അതെന്താണെന്നുള്ളത് സത്യം പറഞ്ഞാൽ അറിയില്ല. പല കാര്യങ്ങളും ചോദിച്ചാൽ അപ്പോൾ ഇതുള്ളത് കിട്ടുന്ന ഇത് വെച്ച് പറയുന്നതാണ്. അപ്പോൾ വൈക്കത്ത് പോയത് ശരിക്ക് വൈക്കത്ത് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, വടക്കുപുറത്ത് പാട്ടിൽ. പക്ഷേ ഓരോ കാരണങ്ങൾ വെച്ച് കാര്യം പോകാനായിട്ട് ആരെങ്കിലും റെഡി ആകണം. ഞാൻ കൂടുതൽ ബസ്സിൽ യാത്ര ചെയ്യാറില്ല. കാര്യം കാലിനൊരു ചെറിയ എയർലൈൻ ഫ്രാക്ചർ വന്നതിൻ്റെ നീര് വരുന്നത് കൊണ്ട്. അപ്പോൾ ശനീശ്വരൻ്റെ അനുഗ്രഹം കാലിൽ എനിക്ക് എപ്പോഴും ഉണ്ട്. അപ്പോഴാണ് വൈക്കത്ത് നിന്ന് ഒരാൾ വിളിച്ചത്. അപ്പോൾ അതിന് 3-4 ദിവസം മുമ്പാണ്. അപ്പോൾ വൈക്കത്ത് വരുമ്പോൾ വരാവാന്ന് ചോദിച്ചു. വടക്കുപുറത്ത് പാട്ട് നടക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വൈക്കത്ത് വരാം, പക്ഷേ രാവിലെ വന്നു കഴിഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് പ്രാതൽ ഇത് ചെയ്യണം, അതിന് സൗകര്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് കുഴപ്പമില്ല, നമ്മുടെ ബന്ധു അതിൻ്റെ കമ്മിറ്റിയിലുണ്ട്, ചെയ്യാൻ വരാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ഡേ, അത് കഴിഞ്ഞ ദിവസമാണ്, നെക്സ്റ്റ് ഡേ വേറൊരു വ്യക്തി വിളിച്ചു. അപ്പോൾ ഏതെങ്കിലും ദിവസം വാ. അപ്പോൾ ആ വ്യക്തിക്ക് ഫ്രീ ആകുന്നത് വൈകിട്ടാണ്, 6 മണിക്ക്. അപ്പോൾ 6 മണിക്ക് വരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 6 മണിക്ക് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്നു കഴിഞ്ഞാൽ ദർശനവും വടക്കുപുറത്ത് പാട്ടിൻ്റെ കളവൊക്കെ കാണണം. അപ്പോൾ അതിന് വൈകിട്ട് 6 മണി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണെന്ന് എൻ്റെ ചിറ്റമ്മ പള്ളിപ്പുറത്ത് നിന്ന് പോയിരുന്നു, ബേബി ചിറ്റമ്മ. അപ്പോൾ ചിറ്റമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു വൈകിട്ട് ഭയങ്കര തിരക്കാണ് അവിടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞില്ല, അത് കുഴപ്പമില്ല, വാ, അത് അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ രണ്ടിടത്തുനിന്ന് വിളി വന്നിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ പോകുന്ന വഴിക്ക് അപ്പോൾ എന്നോട് ഒരാൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തോ എനർജി കണക്ഷൻ വരുന്നുണ്ട്. കാര്യം ഞാനെന്ന് പറയുന്ന ഒരു സാധാരണ വ്യക്തിയാണ്. പക്ഷേ എൻ്റെ ഗുരു പറഞ്ഞു തന്ന വിദ്യകൾ, ഞാൻ അനുഷ്ഠിക്കുന്ന എൻ്റെ ഉപാസനാമാർഗങ്ങൾ വെച്ച് ആ എനർജി കണക്റ്റ് ആകുകയാണ്. അപ്പോൾ ആദ്യം പോയത് ഉദയനാപുരം ഭാഗത്തുള്ള ഒരു തറവാട്ടിലേക്കാണ്. ഉദ്ദേശം 600 വർഷം പഴക്കമുള്ള തറവാടാണ്. അവിടെ പോകണം. അവർ വിളിച്ചപ്പോൾ തന്നെ ആ ക്ഷണം സ്വീകരിക്കാൻ എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. പലതും ഞാൻ അറിയാണ്ടാണ് പലതും സംഭവിച്ചു പോണത്. അപ്പോൾ നിങ്ങൾ തന്നെയല്ലേ ഓക്കെ പറഞ്ഞെന്നൊക്കെ ചോദിക്കുക, അതൊക്കെ ശരിയാണ്. പക്ഷെ അവിടെ ചെന്ന് ആ പറമ്പിൽ കയറിയപ്പോഴത്തേക്കും വിധം മനസ്സിലായി എന്തായിരുന്നു അവിടെ നിന്ന്. അവിടെ വടക്കോട്ട് നോക്കിയിരിക്കുന്ന അതിൻ്റെ ആ വീടിൻ്റെ പടിഞ്ഞാറ് വശത്ത് വടക്കോട്ട് നോക്കിയിരിക്കുന്ന ഒരു ചൈതന്യമുണ്ട്. അതിൻ്റെ പുറകിൽ നാഗത്താന്മാരൊക്കെ ഉണ്ട്, ഒരു ചെറിയ കാവൊക്കെ ആയിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഞാൻ പറയുന്നില്ല, കാര്യം അത് ആ കുടുംബത്തിൻ്റെ പ്രൈവസിയാണ്. അപ്പോൾ അവരുടെ വീട് 600 വർഷം പഴക്കമുള്ളതാണ്. അപ്പോൾ അവിടെ എനർജി മനസ്സിലായപ്പോൾ തന്നെ എനിക്ക് എനർജി മനസ്സിലാകുന്നല്ലോ, അവർക്കും മനസ്സിലാകണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞൊരു തേങ്ങ കിട്ടുമോ, കോണിപ്പുള്ള തേങ്ങ കിട്ടുമോ എന്ന് ചോദിച്ച് അപ്പം തന്നെ അവിടെ നിന്ന് അവരുടെ മകൻ പൊതിച്ചുകൊണ്ട് വന്ന് അത് വന്നിട്ട് നോക്കുമ്പോഴത്തേക്കും ആ വീടിൻ്റെ ആ ദേവതാസ്ഥാനത്ത് നിന്ന് വീട് വരെയും ഒരു 25-30 മീറ്റർ കാണും. ആ വീട്ടിലെ ഉമ്മറത്ത് കയറുന്നിടത്ത് വരെയും ആ എനർജി തേങ്ങ കാണിക്കുന്നുണ്ട്. കയറിക്കഴിഞ്ഞാൽ അത്ര എനർജി കാണിക്കുന്നില്ല. അത് അവരുടെ പ്രൈവസി, താമസിക്കുന്നത് പ്രൈവസി ആകുമ്പോൾ അവിടെ ദേവതകൾ കൂടുതൽ ഇത് ചെയ്യില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ആദ്യമേ ചെന്നപ്പോൾ തന്നെ ഞാൻ ആ വീട് പ്രദക്ഷിണം ചെയ്യുകയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അപ്പോഴാണ് തേങ്ങ കൊണ്ടുവന്നത്. കാര്യം അത് കഴിഞ്ഞാണ് ആ വീട്ടിൽ കയറുന്നത്. വീട് വടക്ക് വശത്ത് കൂടി പ്രദക്ഷിണം ചെയ്ത് നോക്കി ഇത് ചെയ്ത് ആ തേങ്ങ എടുത്ത് പിന്നെ അവരുടെ പൂജാമുറി നോക്കി. പൂജാമുറി പോയൊക്കെ ഭയങ്കര എനർജി മനസ്സിലായി, ഭയങ്കര എനർജി ആയിരുന്നു. അതുകൂടാണ്ട് അപ്പം എന്താണ് അവിടെ ചെയ്യുന്നതൊക്കെ എന്ന് മനസ്സിലായി. അവിടെയുള്ള ഫോട്ടോ, അപ്പോൾ ഞാൻ നമ്മുടെ സത്യസായി ബാബയുടെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ വേറെ ചില രൂപങ്ങൾ, മതസൗഹാർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് വേറെ ചില രൂപങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതൊന്നും എനർജി ഇല്ല. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു അതൊക്കെ വെക്കേണ്ട ഒരു സ്ഥാനമുണ്ട്, അവിടെ വെക്കണം എന്ന് പറഞ്ഞു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദേവതാ രൂപങ്ങൾക്കൊക്കെ ഋഷീശ്വരന്മാർ ഒരു ധ്യാനം കൊടുത്തിട്ടുണ്ട്. ആ ധ്യാനം വെച്ചിട്ടാണ് രൂപങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്, രൂപങ്ങൾ വരച്ചിരിക്കണം. കേരളത്തിൽ ഒരുമാതിരി ദേവതകളുടെ രൂപം വരച്ചിരിക്കുന്നത് രാജാ രവിവർമ്മ തമ്പുരാനാണെന്ന് തോന്നുന്നു.
അങ്ങനെയാണ് കേട്ടിരിക്കണം. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. കറക്റ്റുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആ രൂപങ്ങൾ നൽകിയപ്പോൾ, ഋഷീശ്വരന്മാർ രൂപങ്ങൾ നൽകിയപ്പോൾ അതിൽ എനർജി ഉണ്ട്. അപ്പോൾ ആ വീട്ടിൽ പലതിലും ഞാൻ എനർജി കാണിച്ചു എന്ന് പറഞ്ഞാൽ എന്നിലൂടെ അത് സംഭവിച്ചതാണ്, അല്ലാണ്ട് എൻ്റെ കഴിവല്ല അത്. ആ എനർജി അവരെ കാണിക്കാനായിട്ട് അവിടുത്തെ മൂർത്തികൾ അത് തയ്യാറായി. അതാണ് സംഭവിച്ചത്. അപ്പോൾ എനർജി കാണിച്ച് കുറേയധികം 600 വർഷം പഴക്കമുള്ളതാണ്. അവരോട് സംസാരിച്ചു. അവർ ഭഗവാൻ സത്യസായിബാബയുടെ ഭക്തരാണ്. കുറേയധികം എനർജി കണക്ഷനുള്ള ഫാമിലിയാണ്. അതാണ് അവിടെ പോകേണ്ടി വന്നതെന്നും പിന്നെ അവിടുത്തെ മറ്റ് എനർജീസ് എനിക്ക് അവിടെ ഇരുന്നപ്പോൾ കിട്ടിയ വിവരങ്ങൾ ഞാൻ അവരോട് പറഞ്ഞു. അത് അവരോട് ജ്യോതിഷന്മാരും പറഞ്ഞിരുന്നു, അവിടെ വേറെ പല എനർജീസ് ഇത്. അപ്പോൾ നമ്മളൊരു ഉപാസനകൾ ഗുരുവിൻ്റെ ആ ആദേശം ശിരസാ വിശ്വസിച്ചുകൊണ്ട്, മനസ്സാ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ആ ഉപാസനകൾ കണ്ടിന്യൂ ചെയ്താൽ നമ്മൾക്ക് അവിടെ ചെന്നിരിക്കുമ്പോൾ ഈ എനർജീസ് മനസ്സിലാക്കാൻ പറ്റും. കാര്യം ഓരോ ആവശ്യത്തിനും ഓരോ ദേവതകളെ കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കറണ്ട് വരുന്നുണ്ട് വീട്ടിലല്ലേ, നല്ല വെളിച്ചം വേണമെങ്കിൽ ട്യൂബ് ഇടും, സാധാരണ വെളിച്ചം മതിയെങ്കിൽ ഒരു ബൾബ് ഇടും, കാറ്റ് വേണമെങ്കിൽ ഫാൻ ഇടും, അല്പം കുളിര് വേണമെങ്കിൽ AC ഇടും, സാധനങ്ങൾ ഫ്രഷായിട്ട് വെക്കാനായിട്ട് ഫ്രിഡ്ജ് ഉപയോഗിക്കും, അലക്കാനായിട്ട് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, അല്പം ചൂടാക്കാനായിട്ട് ഓവൻ ഉപയോഗിക്കും. പക്ഷേ ഉപയോഗിക്കുന്നത് ഒരേ ഒരു ഇലക്ട്രിസിറ്റിയാണ്. അതുപോലെ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മനസ്സിൻ്റെ ഭാഷയായ ചിത്രങ്ങളിലൂടെ ഭഗവാനെ അറിയുന്നതിന്, ഈ ഈശ്വരനെ, പ്രപഞ്ചത്തെ അറിയുന്നതിന് നമ്മുടെ ഋഷീശ്വരന്മാർ പണ്ടേ രൂപം നൽകി. തൽക്കാലം ഞാൻ നിർത്തുന്നു. അപ്പോൾ ഇനി കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഉപാസനകൾ കഴിഞ്ഞു. ഇന്നലെ ഹനുമത് ജയന്തി ആയിരുന്നു, ശനീശ്വര ദിവസമായിരുന്നു, അതൊക്കെ പറഞ്ഞത് ഇതായി. അപ്പോൾ എന്തോ ആകട്ടെ, ഇന്നത്തെ എൻ്റെ ഉപാസനകൾ കഴിഞ്ഞ് എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും, കുടുംബാംഗങ്ങൾക്കേവർക്കും ദീർഘായുസ്, പൂർണ്ണാരോഗ്യം, സത്സന്താന സൗഭാഗ്യം, ധനധാന്യ സമൃദ്ധി, സർവകാര്യസിദ്ധി, സർവൈശ്വര്യം, സർവമനോകാമനാഭീഷ്ടം നടക്കാനും, കുടുംബത്തിൽ ശാന്തി, സമാധാനം, സന്തോഷം, സമൃദ്ധി വരുവാനും, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല മാർക്കോടെ ഉന്നത വിജയം നേടി അവരാഗ്രഹിക്കുന്ന സർവീസിലോ പ്രൊഫഷനിലോ ജോലിയിലോ അവർ ജോയിൻ ചെയ്യാനും, അതോടെ അവർക്ക് ഓരോ കുലത്തിൻ്റെയും ജാതി മതത്തിൻ്റെയും സംസ്കാരത്തിനനുസൃതമായ ഒരു ജീവിത പങ്കാളി ലഭിക്കുവാനും, അതുപോലെ ഓരോരുത്തരും ചെയ്യുന്ന ബിസിനസ് ആകട്ടെ ഉദ്യോഗങ്ങളാകട്ടെ അതിൽ ഉത്തരോത്തരം വരുമാന വർധനവുണ്ടാകാനും, അതുപോലെ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലായ്പ്പോഴും, അത് വീട്ടിലാകട്ടെ, ജോലിസ്ഥലത്താകട്ടെ, ബിസിനസ് ചെയ്യുന്നിടത്താകട്ടെ, കുട്ടികൾ പഠിക്കുന്നിടത്താകട്ടെ, കുട്ടികൾ പഠനാവശ്യത്തിന് താമസിക്കുന്ന സ്ഥലങ്ങളാവട്ടെ, കുട്ടികൾ പഠനാവശ്യത്തിന് ചെയ്യുന്ന യാത്രകളാകട്ടെ, ഓരോരുത്തരും ചെയ്യുന്ന യാത്രകൾ, അത് യാത്രയാകട്ടെ, തീർത്ഥയാത്രയാകട്ടെ, ഓഫീസിലേക്കുള്ള യാത്രയാകട്ടെ, വ്യാപാര ആവശ്യത്തിനുള്ള യാത്രയാകട്ടെ, കുടുംബസമേതമുള്ള യാത്രയാകട്ടെ, ഇതിൽ എല്ലാ സുരക്ഷിതത്വം ലഭിക്കാനും, അതുപോലെ എല്ലാവരുടെയും കുലദേവത, ഗ്രാമദേവത, ഇഷ്ടദേവത, ഗുരുപരമ്പരകൾ, ആചാര്യപരമ്പരകൾ, അതുപോലെ പിതൃക്കന്മാരുടെ അനുഗ്രഹത്താൽ എല്ലാവരുടെയും ജീവിതത്തിലും ഉത്തരോത്തര അഭിവൃദ്ധി ഉണ്ടായി എല്ലാ മനസ്സിലൂടെ മനസ്സാ വാചാ കർമ്മണ ദൈവീകമായ പ്രവൃത്തികൾ വരുവാനും, അതിൻ്റെതായ തിരിച്ച് 100 മേനി ആ അനുഭവങ്ങൾ കിട്ടുവാനും, അനുഗ്രഹങ്ങൾ കിട്ടുവാനും എൻ്റെ ഗുരുപരമ്പരകളെ, ഉപാസനാമൂർത്തികളെ പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കല്പം ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ. അടുത്ത വീഡിയോ ചെയ്യാം. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ.